ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 461 വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസ്സൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള മണർകാടിൻ്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണുവാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ കാണുവാൻ വന്നിരിക്കുന്ന പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. വളരെ കളർഫുള്ളായിട്ടുള്ള നല്ല ഒരു മിനി ബംഗ്ലാവ് തന്നെയാണ്. മിനി ബംഗ്ലാവ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്കൊരു അടിപൊളി ഒരു ഏതൻ പൂങ്കാവനം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ സെറ്റപ്പ്, നല്ല ചെടികളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടാണ്. ആ പെയിൻറ്റിങ്ങും ആ ചെടികളും ഒക്കെ കാണുമ്പോൾ വളരെ മനോഹരമായി തോന്നും. ആ വീടിൻ്റെ ആ ചാരുമഞ്ചായ ഇരിപ്പിടമൊക്കെ ആ വീടുമായിട്ടും ആ അറ്റ്മോസ്ഫിയറുമായിട്ടും ആ ഒരു ഏരിയ ആയിട്ട് വളരെ നല്ല ചുറ്റുമതിലൊക്കെ കെട്ടി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുറ്റം നിറയെ പൂക്കളും ചെടികളുമാണ്. അതുപോലെ തന്നെ കുറേ ഭാഗങ്ങളൊക്കെ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് യാതൊരു രീതിയിലും ചെളിയോ മണ്ണോ ഒന്നും വീടിൻ്റെ അകത്ത് കയറാത്ത രീതിയിൽ കിണറുണ്ട്. നല്ല മനോഹരമായ ഒരു കിണർ വീടിൻ്റെ മുന്നിലായിട്ട് തന്നെയുണ്ട്. ജലസംഭരണി ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തുകളിൽ ഇപ്പോൾ വളരെ നിർബന്ധമാക്കിയിരിക്കുന്ന ജലസംഭരണിയുണ്ട്. കൂടാതെ ലവ് ബേഡ്സിൻ്റെ ഒരു കൂട് കാണുവാനായിട്ട് നിങ്ങൾ കഴിയും. കൂടുണ്ട്, നല്ല കിളികളൊക്കെ ഇങ്ങനെ പാറി പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മാവിങ്ങനെ പൂത്ത് കായ്ച്ച് കണ്ണിമാങ്ങയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നല്ല കായ്ക്കുന്ന മാവ് ചെടികളെല്ലാം തന്നെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തായിട്ടുണ്ട്. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഹൈവേയിലേക്കുള്ള ദൂരം. ഹൈവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ KK റോഡ്, നമ്മുടെ മണർകാട് കോട്ടയം റൂട്ടിൽ അവിടുത്തെ ആ സ്റ്റോപ്പ് ആയിരാറ്റുനട സ്റ്റോപ്പിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോരാം. അതുകൂടാതെ നമുക്ക് 500 മീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ബൈപ്പാസ് റോഡ് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിലേക്കും ചെന്നിറങ്ങാം. മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡ് അല്ലെങ്കിൽ ഏറ്റുമാനൂർ തെങ്ങണ ബൈപ്പാസ് റോഡിലേക്ക് ചെന്നിറങ്ങാം. തൊട്ടടുത്തായിട്ട് തന്നെ കണിയാങ്കുന്ന് സ്കൂളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കണിയാങ്കുന്ന് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇൻഫാൻറ്റ് ജീസസ് ഹൈസ്കൂളിനാണ് കണിയാങ്കുന്ന് സ്കൂൾ എന്ന് പറയുന്നത്. 1.5 കിലോമീറ്റർ ഫ്രം മണർകാട് ജംഗ്ഷൻ. മണർകാട് ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ദൂരമേ ഉള്ളൂ. കിണർ കണ്ടല്ലോ, വെള്ളം ധാരാളം ലഭിക്കുന്ന കിണറാണ്. കൂടാതെ പൈപ്പ് ലൈനുണ്ട്, എല്ലാവിധ ജലസംഭരണിയുണ്ട്. കൂടാതെ ബോർവെല്ലുണ്ട് കേട്ടോ. പൈപ്പ് ലൈൻ എടുത്തിട്ടില്ല എന്ന് എൻ്റെ ഒരു കാരണം ഇവർക്ക് ആവശ്യത്തിന് വെള്ളം വീട്ടിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ചെടികളൊക്കെ കണ്ടല്ലോ, നല്ല നല്ല ചെടികൾ, വ്യത്യസ്തമായ ചെടികളെല്ലാം തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2012 ഇതിൻ്റെ വീടിൻ്റെ പണി തീർന്നതെന്നാണ് പറഞ്ഞത്. ഇവർ തന്നെ പണിയിപ്പിച്ച വീടാണ്. ചുടുകട്ടയും മണലും ഉപയോഗിച്ച് പണിത വീടാണ്. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മണർകാട് ചർച്ചിലോട്ടുള്ള ദൂരം. വീടിൻ്റെ ഫ്രണ്ട് വശം നിങ്ങൾ കണ്ടു കാണും. വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 12-13 വർഷത്തെ പഴക്കം മാത്രമേ വീടിനുള്ളൂ. പക്ഷേ ആ ഒരു പഴക്കം നമുക്ക് ആ വീടിന് തോന്നിക്കത്തില്ല. വീടിൻ്റെ ഉള്ളിൽ സ്റ്റെയർ കേസുണ്ട്, വെളിയിൽ നിന്നും സ്റ്റെയർ കേസുണ്ട്. കാരണം വെളിയിൽ നമുക്ക് വാടകയ്ക്ക് മുകളിലത്തെ നില കൊടുക്കാനുള്ള പർപ്പസിനാണ് അങ്ങനെ ചെയ്തിരുന്നത്. വളരെ നന്നായി തന്നെ വീടിൻ്റെ പരിസരങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ടൗണിലേക്ക് 6.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതാ നമ്മുടെ വീടിൻ്റെ ഒരു കോർണറിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല നമ്മുടെ വീടിൻ്റെ ബൗണ്ടറിയുടെ ഏറ്റവും അറ്റത്ത് ആ മതിൽ കെട്ടിയേക്കുന്നുണ്ട്. ഇതുപോലെ മതിലുകളാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുമതിൽ അതിലൊക്കെ തിരിച്ചിരിക്കുന്നത്. ചെറിയ ഇരിപ്പിടവും അലക്കലും ഒക്കെ അവിടെയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട്. 23 സെൻറ്റ് സ്ഥലം, 23.5 സെൻറ്റ് സ്ഥലത്തിനകത്ത് ചക്ക, മാവ്, പ്ലാവ് എന്ന് വേണ്ട കപ്പ, വാഴ തുടങ്ങിയ ഒത്തിരി മരങ്ങളും ചെടികളും എല്ലാം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ താമര, ആമ്പലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ചെറിയ ചെറിയ മീനുകൾ, ഗപ്പി പോലത്തെ മീനുകൾ. പ്രകൃതിയോട് വളരെ ആ ഒരു പ്രകൃതിയുമായിട്ട് വളരെ ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ആ കിണർ കണ്ടിട്ട് നല്ല ആഴമുള്ള കിണറാണ്. ഇറങ്ങിയൊക്കെ വെട്ടി ഇറങ്ങി താഴേക്ക് ചെന്നിരിക്കുന്ന കിണറാണ്. വെള്ളം താഴത്തെ ലെവലിലാണ് വെള്ളം നിൽക്കുന്നതെങ്കിലും ഒരു കുടുംബത്തിന് വേണ്ട വെള്ളം ആ കിണറിൽ നിന്ന് നമുക്ക് ലഭിക്കും. എത്ര വേനൽ വന്നാലും അവിടെ ആ ഒരു കുടുംബത്തിന് വേണ്ട വെള്ളം ആ കിണറ്റിലുണ്ടാവും എന്നാണ് അവർ പറയുന്നത്.
പിന്നെ ബോർവെൽ ഞാൻ പറഞ്ഞിട്ട് ബോർവെല്ലും ഉണ്ട്, ജലസംഭരണി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും പ്രയാസവും ഉണ്ടാകുന്നില്ല. നമ്മൾ വീടിൻ്റെ ബൗണ്ടറിയിൽ കൂടെ നടന്ന് നമുക്ക് വീടിൻ്റെ മുൻവശത്തേക്ക് വരുന്നതിന് തൊട്ട് മുന്നായിട്ട് പുറകിൽ ആ ഒരു ഏരിയ നമുക്ക് കാണാം. ഇതാണ് വീടിൻ്റെ പുറവശത്തെ ആ ഒരു വർക്ക് ഏരിയയും കാര്യങ്ങളും എല്ലാം. അവിടെ ഒരു പട്ടിയുണ്ട്, നല്ല നാടൻ പട്ടിയാണ്. അവൻ നമ്മളെ കുരച്ച് ശരിയാക്കുന്നത്. ചക്കയൊക്കെ ഈ സമയത്തും കിട്ടുന്ന അറിയാമല്ലോ, നല്ല ഒന്നാന്തര ചക്ക ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നു. നമുക്കിനി വീടിൻ്റെ ആ പുറവശത്തൂടെ നടന്ന് ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ട് മുഖം കഴുകാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് ആ ഒരു പുറകിലത്തെ അങ്ങോട്ട് പറമ്പിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ്, അവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് സർവീസിനായിട്ട് വെളിയിൽ ഒരു ബാത്റൂമും കാര്യങ്ങളും ഒരു ചെറിയ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വെളിയിലും ഒരു ബാത്റൂം നൽകിയിട്ടുണ്ട്. കോഴിക്കൂട് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. കോഴിയൊന്നും ഇപ്പോൾ ഇല്ല, എങ്കിലും കോഴിക്കൂട് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇതാണ്. അത്യാവശ്യം വീട്ടിലോട്ട് വേണ്ട കറിവേപ്പില, കപ്പളങ്ങ, അങ്ങനെ ഓമയ്ക്ക എന്ന് പറയും ചിലർ കപ്പളങ്ങ, നമ്മൾ കപ്പളങ്ങ എന്നാണ് പറയുന്നത്. എല്ലാവിധ ചെടികളും മാവുകളും അതുപോലെ തന്നെ എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് വീടിൻ്റെ എല്ലാ മരങ്ങളും ചെടികളും എല്ലാം വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോഴിക്കൂട്, അത് പോയ കോഴിക്കൂടാണ്. വാഴത്തോട്ടമൊക്കെ കണ്ടല്ലോ. എല്ലാ അതിരുകളെല്ലാം കറക്റ്റാണ്. നിങ്ങൾക്ക് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. എല്ലാ പേപ്പർ ഭാഗങ്ങളും ഓക്കെയാണ്. അപ്പോൾ പറമ്പിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ട് നമുക്ക് വീടിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം. അപ്പോൾ മണർകാടിനെ പറ്റി ഞാൻ എപ്പോഴും പറയേണ്ട കാര്യമൊന്നുമില്ല. പള്ളിയിലോട്ടൊക്കെ വെറും 1 കിലോമീറ്റർ, മണർകാട് പള്ളി 8 നോയമ്പ് നടക്കുന്ന മണർകാട് പള്ളിയൊക്കെ 1 കിലോമീറ്റർ അടുത്തേ ദൂരമുള്ളൂ. ഞാൻ ഈ കിലോമീറ്ററൊക്കെ പറയുന്നത് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് കിലോമീറ്റർ പറഞ്ഞത്. അതുകൊണ്ട് ഏകദേശം അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ കണക്കൂട്ടി പറയുന്ന അല്ലെങ്കിൽ ഈ നോക്കി പറയുന്ന കിലോമീറ്ററൊക്കെ. നമ്മുടെ വീടിൻ്റെ പുറവശത്തായിട്ട് ഒരു വീടുണ്ട്, പിന്നെ ഫ്രണ്ട് വശത്തായിട്ട് ധാരാളം വീടുകളുണ്ട്. അപ്പം നമുക്ക് അയലക്കം എന്ന് പറയാൻ നമ്മുടെ പറമ്പുമായിട്ട് എല്ലാ അതിരുകളിലും വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ പറമ്പിങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് മറ്റു വീടുകളൊന്നും കാണാത്തത്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, അത്യാവശ്യം വേണ്ട വാഴക്കൊലകളും എല്ലാം നമുക്ക് ഈ ഒരു പറമ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ നമുക്ക് മാലിന്യം ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളും ചെടികളും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ല പച്ചക്കറികളൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഈ കയറി വരുന്ന അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വരുന്ന പച്ചക്കറിയൊക്കെ എത്രമാത്രം നമുക്ക് വിശ്വസിച്ച് കഴിക്കാമെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇത് നമ്മുടെ വീട്ടിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇത് എനിക്ക് തോന്നുന്നത് കുമ്പിളുണ്ടാക്കുന്ന ഒരു ഇലയാണെന്ന് തോന്നുന്നു. കുമ്പിളപ്പം ഉണ്ടാക്കുന്ന വഴനയില, അങ്ങനെ ആ പേരാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ അതിന് പറയുന്ന പേര് ഒന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളത് പേരിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നൊരു ചെറിയൊരു മത്സരം കൂടെ ഞാൻ ഈ ഒരു തലത്തിൽ നിങ്ങളോട് പറയട്ടെ. നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇപ്പോൾ ഒരു ചെടിയുടെ ഇല കാണിച്ചു, കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഒരു ഇല, അതിൻ്റെ യഥാർത്ഥ പേര് നിങ്ങൾ എന്താണ് പറയുക? യഥാർത്ഥ പേരെന്താണ്? ഞാൻ ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞു. അത് തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് ശരിക്കും ആ പേര് നിങ്ങൾ പറയുന്നവർക്ക് ഒരു ചെറിയ സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം ഈ വീഡിയോ കണ്ടിട്ട് ആ ഇല ഏതാണ്, ഇലയുടെ പേര് കമൻ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ മത്സരമാണ്. നിങ്ങൾക്ക് കാണുന്നവർക്കൊരു പ്രോത്സാഹനം, നമുക്കൊരു സന്തോഷം. ഇവിടെ അലക്കുകല്ല് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ചുറ്റും നമ്മളിപ്പോൾ നടന്നു വരികയാണ്. ചുറ്റും മതിലെല്ലാം കെട്ടി, ഞാൻ കണ്ടല്ലോ, മതിലൊക്കെ കെട്ടി വളരെ നല്ല രീതിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇവിടെ എന്തോ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. റെമ്പുട്ടാൻ്റെ ഒരു മരം ഞാൻ എവിടെയും കണ്ടായിരുന്നു. വീടിൻ്റെ എല്ലാ ഭാഗവും നല്ല സ്റ്റെപ്പുകളൊക്കെ കെട്ടി നല്ല അതിലെല്ലാം തിരിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ചെടികളൊക്കെ കണ്ടാലും നല്ല വ്യത്യസ്തമായ ചെടികളുമാണ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര ഒരു പട്ടിക്കൂടുണ്ട്, അതിനകത്തും പട്ടിയുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് മരമാണ് നിൽക്കുന്നത് എന്നോട് അതിൻ്റെ ഉടമസ്ഥൻ അറിയിച്ചത്. അതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് ഓറഞ്ച് മരമാണെന്നാണ് അറിയിച്ചത്. ഓക്കെ, ഇവിടെ നല്ല മനോഹരമായ നല്ല വാർത്തിട്ടിരിക്കുന്ന ഒരു നല്ല പട്ടിക്കൂടുണ്ട്. അതിനകത്ത് ഒരു നല്ല ജഗജല്ലൊരു സാധനം കിടപ്പുണ്ട്. അപ്പോൾ നമ്മളൊന്നും ആ ഏരിയയിലോട്ട് അടുപ്പിക്കാത്ത രീതിയിൽ കുലയ്ക്കുമായിരുന്നു. ഇവിടെയും ചെറിയ ചെറിയ ഡെക്കറേഷനും കാര്യങ്ങളും ചെടികളും എല്ലാം നൽകിയിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ആ സ്റ്റെയർ കേസിൻ്റെ അടി ഒരു ചെടി നിൽപ്പുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പൂക്കളെല്ലാം ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണ് ആ ചെടികൾ കാണുവാൻ കഴിയുന്നത്. ഇവിടെ സ്റ്റെയർ കേസ് നമുക്ക് വെളിയിൽ നിന്ന് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ
ഒരു പായലൊന്നും പിടിക്കാത്ത രീതി വളരെ മനോഹരമായി തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മുടെ വണ്ടിയൊക്കെ കണ്ടു കാർ പോർച്ചിൽ ഞാനത് കുറച്ച് മുമ്പോട്ട് കയറ്റിയാണ് ഇട്ടേക്കുന്നത്. ബാക്കിലോട്ട് ഈ വണ്ടി കയറ്റിയിടാനുള്ള ധാരാളം ഇട കിടപ്പുണ്ട്. അപ്പം മുറ്റത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കറങ്ങി പറമ്പൊഴിയെല്ലാം നടന്ന് വീണ്ടും നമ്മൾ നമ്മുടെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ കാർ പോർച്ചിൽ നമ്മൾ എത്തി. കാർ പോർച്ചിൽ നേരെ സിറ്റ് ഔട്ടിലേക്ക് കയറുകയാണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട് ഫുള്ള് ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. നല്ല സ്ക്വയർ പീസായിട്ടുള്ള ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചാർ ബെഞ്ചുകളും എല്ലാം നൽകി. തൂണുകളൊക്കെ ആ വീടിന് പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു ഇതാണ്. ഗോഡ്സ് ഓൺ ഹോം നടത്തേക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ഭവനം. ശരിയായിട്ട് അതവിടെ കയറി അകത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ അതിൻ്റെ മനസ്സിലാക്കുന്നത് ശരിക്കും ഒരു ദൈവഭവനം തന്നെയാണ്. ധാരാളം ഫോട്ടോകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ചാരുബെഞ്ച് കണ്ടല്ലോ. ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടെ പറയട്ടെ, ഈ വീടിൻ്റെ എല്ലാ ജനലുകളും ഇരിപ്പിടങ്ങളും അല്ലെങ്കിൽ മെയിൻ ഡോർ എന്നൊക്കെ പറയുന്നത് തേക്കിൻ്റെ തടിയിൽ തീർത്ത മെയിൻ ഡോറുകളൊക്കെയാണ്. വളരെ മനോഹരമായി കൊത്തുപണിയൊക്കെ ചെയ്ത മെയിൻ ഡോറ്. അതങ്ങോട്ട് കയറി അകത്തേക്ക് ചെല്ലുമ്പോൾ നല്ല ഗ്രാനൈറ്റ് വിരിച്ച നല്ല മനോഹരമായ ഫ്ലോറിങ്, ലിവിങ് ഏരിയ എല്ലാം തന്നെ ആ വീടിന് 10 ഇരട്ടി മാറ്റ് കൂട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഉള്ളിലെ ഓരോ കാര്യങ്ങളും. നിങ്ങൾ കണ്ടല്ലോ, ഫോട്ടോസൊക്കെ കണ്ടല്ലോ, ഫാമിലി പിക്ചേഴ്സ് കൂടാതെ എല്ലാ രീതിയിലും ഉള്ള ഫോട്ടോകളും ആ റൂമിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ലിവിങ് ഏരിയയാണ്. നല്ല കളർഫുള്ളായിട്ട് സീറ്റിങ്ങൊക്കെ കൊടുത്ത് വളരെ നല്ല രീതിയിൽ തന്നെ അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചിട്ടിരിക്കുന്ന ഒരു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ എന്നുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതൊക്കെ ഒരു കാര്യം തന്നെയാണ്. അവിടുത്തെ കർട്ടനും കാര്യങ്ങളും എല്ലാം നല്ല വുഡൻ ഫിനിഷോട് കൂടിയ തൂണുകളും അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലുകളും നല്ല തേക്കിൻ്റെ തടി തീർത്തിരിക്കുന്ന മെറ്റീരിയലുകളാണ്. ഡൈനിങ്ങിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് കാണാം, മുകളിലോട്ട് പോകുന്ന സ്റ്റെപ്പുകൾ, അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള ഡോറ്. ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്ക് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് നൽകുന്നുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ മറ്റൊരു സ്റ്റോർ റൂമും ഉണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടിട്ട് വരാം. കിച്ചണാണല്ലോ ഏറ്റവും പ്രധാനം. നമുക്ക് കിച്ചൺ ഒന്ന് കാണാം. ഇവിടെയും നല്ല മനോഹരമായി തന്നെ നല്ല രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു കിച്ചണാണ്. ഫ്ലോറൊക്കെ കണ്ടല്ലോ. അതിനകത്തൊരു ചെറിയ ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്ന് പറയും, അല്ലെങ്കിൽ കട്ടിംഗ് ടേബിൾ എന്ന് പറയും. കട്ടിംഗ് ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എന്നാണ് പറയുന്നത്. കുടുംബത്തിലുള്ളവരൊക്കെ പെട്ടെന്ന് ഓടിയിരുന്ന് കഴിച്ചിട്ട് ജോലിക്കൊക്കെ പോകേണ്ടവരും അല്ലാതെ അവർ ഹസ്ബൻഡും വൈഫും ഒക്കെ തന്നെയുള്ളവർക്ക് അവിടെ ഇരുന്ന് കഴിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് കിച്ചൻ്റെ ഡോറൊക്കെ കണ്ടോ, നല്ല ഗ്ലാസിൻ്റെ ഡിസൈനൊക്കെ നൽകി നല്ല മനോഹരമായ ഒരു കിച്ചണാണ്. ഇതാണ് രണ്ടാമത്തെ കിച്ചൺ. രണ്ടാമത്തെ കിച്ചണോട് ചേർന്ന് തന്നെ അവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്, തീ കത്തിക്കാം. ഇവിടെ ഒരു സ്റ്റോറേജ് പ്ലേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോർ റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയ, നല്ല വിശാലമായി തന്നെ ഒരു വർക്ക് ഏരിയ അവിടെ നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ വളരെ ക്ലോസ്ഡാണ്. ഇരുമ്പ് ഗേറ്റൊക്കെ നൽകി നല്ല രീതിയിൽ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് അടുക്കളയിൽ കണ്ടല്ലോ, അവിടെയാണ് ഗ്യാസും കാര്യങ്ങളും എല്ലാം നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഈ ഒരു അടുക്കള എന്ന് പറയുന്നത് സർവീസിന് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചൂടാക്കി കഴിക്കാനുള്ള കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാ കബോർഡുകളും വുഡൻ കബോർഡുകളാണ്. ഓക്കെ, നമ്മൾ ഇപ്പം കിച്ചൺ കണ്ടു, ഡൈനിങ് ഏരിയ കണ്ടു, ലിവിങ് ഏരിയ കണ്ടു. ഇനി നമുക്ക് ഓരോ റൂമുകളൊന്ന് കയറി കാണാം. അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡൈനിങ് ഏരിയയുടെ അവിടെ ഒരു സ്റ്റോർ പ്ലേസ് കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു പ്ലേസ്. അവിടെ നല്ല മനോഹരമായ മുത്തുമാലകളൊക്കെ കൊണ്ടൊരു കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റോറേജ് ഉണ്ട്. അവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. അവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട്. ഉപയോഗിക്കുന്ന ബാത്റൂമുകളായതുകൊണ്ട് ഞാൻ കഴിവതും ബാത്റൂമിൻ്റെ ഒന്നും പിക്ചേഴ്സ് എടുക്കുന്നില്ല. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീടാകുമ്പോൾ പുതിയ വീടിൻ്റെ ബാത്റൂംസ് എടുക്കുമ്പോൾ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന കഴിവതും എടുക്കാത്തത്. ഇവിടെ നമുക്കൊരു ചെറിയ പ്ലേസ്, എല്ലാ ഏരിയയും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കത് എടുത്ത് പറയേണ്ടത്തക്ക ഒരു കാര്യം തന്നെയാണ്. ഒരു സ്പേസും വെറുതെ ഇട്ടിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും വേണ്ട രീതിയിൽ മനോഹരമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇവിടെ മനോഹരമായ കർട്ടനുകളൊക്കെ നൽകി നല്ല രീതിയിൽ തന്നെ ആ ഒരു റൂം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളെല്ലാം തന്നെയുള്ളതാണ്. ഈ ഒരു ബെഡ്റൂം ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അതിൻ്റെ മുകളിലൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വുഡൻ ഡോറുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ റൂം ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമുക്ക് ആ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് നേരെ ലിവിങ് ഏരിയയിലേക്കാണ്. നമുക്ക് ആ ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ അടുത്ത ഒരു പോർഷനിലേക്ക് നമുക്ക് പോകാം.
ഇതിൻ്റെ എല്ലാം പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിനും അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു സെപ്പറേറ്റ് ഒരു മുറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ബെഡ്റൂമിൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത രീതിയിലുള്ള ഡ്രസ്സിങ് ഏരിയയും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് AC ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇതിനകത്ത് AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല മനോഹരമായ കബോർഡും കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ടൈലാണ് ഫ്ലോറിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അലമാരിയും കാര്യങ്ങളും എല്ലാം വെച്ചിരിക്കുന്ന ഒരു ഡ്രസ്സിങ് ഏരിയ. വേണേൽ ഇത് റൂമായിട്ടും വേണേൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാം. അത് ആവശ്യക്കാർക്ക് എങ്ങനെ രീതിയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ആ ഒരു ചെറിയ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്കിനിയും താഴത്തെ ഫ്ലോറിലെ നമ്മൾ കാഴ്ചകൾ കണ്ടു. ഇനി നമുക്ക് മുകളിലത്തെ നിലയിൽ ആ ഹാൻഡിലെ വരെ ഓരോരോ ചെറിയ ഫാൻസി ഐറ്റംസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ്. ഹാൻഡിലൊക്കെ കണ്ടല്ലോ, നല്ല രീതിയിൽ തന്നെ സ്റ്റീലിൻ്റെ റാഡ് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഗേറ്റ് കൊടുത്തേക്കുന്നത് മുകളിലത്തെ നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പർപ്പസിൽ ഇത് നമുക്ക് ക്ലോസ് ചെയ്തിടാവുന്നതാണ്. താഴിട്ട് നമുക്ക് കൂട്ടാവുന്നതാണ്. ഇതാണ് ഒരു ഫസ്റ്റ് ബെഡ്റൂം മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോറ് തുറന്നാണ് നമ്മൾ വെളിയിലോട്ടുള്ള ആ സ്റ്റെയർ കേസിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാത്റൂം ഇവിടെ നൽകിയിട്ടുണ്ട്. വളരെ മനോഹരമായി തന്നെ ആ ഒരു ഏരിയ നല്ല ബാത്റൂമും നല്ല വലിപ്പമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ബെഡ്റൂം. ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലത്തെ അത് നമുക്ക് തുറന്ന് കാണാം. അതിന് മുമ്പായിട്ട് ബാക്കിയുള്ള റൂമുകളൊക്കെ ഒന്ന് പോയി കാണാം. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ ഒരു കിച്ചനും ഉണ്ട്. മുകളിലൊരു കിച്ചണിൻ്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ബെർത്തും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇവിടെ കബോർഡുകളും കാര്യങ്ങളും എല്ലാം നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ മുകളിലത്തെ സ്റ്റെയർ കേസൊക്കെ കണ്ടല്ലോ. നമ്മുടെ മുകളിലത്തെ നില ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനകത്തെ ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടല്ലോ. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലേക്ക് അവിടെയും കയറാം. ഇവിടെയെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളെല്ലാം നൽകി. ഇതാണ് ആ കിച്ചൺ പറഞ്ഞത്, ഉപയോഗിക്കാവുന്ന കിച്ചൺ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തുറന്ന് കാണിക്കാം. ഇവിടെയാണ് നമ്മുടെ ബാത്റൂം വരുന്നത്, ടോയ്ലറ്റ് വരുന്നത്. നല്ല വലുപ്പമുള്ള ഒരു ടോയ്ലറ്റാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഒരു നല്ലൊരു ഏരിയയിൽ നമുക്കിവിടെ ഇതെല്ലാം നന്നായി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു റൂംസൊക്കെയാണ്. നമുക്ക് നേരെ ഫ്രണ്ടിലത്തെ ആ സ്റ്റെയർ കേസ് കയറി വരുന്ന ആ ഏരിയ ഒന്ന് കാണാം. ഇതാണ് ആ ഓപ്പൺ ടെറസ്. ഇവിടെയാണ് ആ സ്റ്റെയർ കേസ് കയറി വരുന്നത്. താഴെ നിന്ന് സ്റ്റെയർ കേസ് കയറി വരുന്നത്. നമ്മുടെ മുറ്റമൊക്കെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയും. ഗേറ്റും വഴിയും എല്ലാം തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. സ്റ്റെയർ കേസ് കയറി വരുന്ന ഇതുവഴിയാണ്. നമുക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റൂമിലേക്ക് വരാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓടൊക്കെ ചെയ്ത് വളരെ മനോഹരമായി തന്നെ ചെയ്ത് നമ്മുടെ കേരളത്തിന് പറ്റിയ ഒരു റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിപ്പോൾ എല്ലാവരും സാധാ വീട് പണിഞ്ഞ് അതിൻ്റെ മുകളിൽ കൊണ്ട് റൂഫ് പണിത് വെക്കുകയാണ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇത് മറ്റൊരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെ പണിതിരിക്കുന്ന ഒരു വീടാണ്. നല്ല രീതിയിൽ തന്നെ, അതുകൊണ്ട് പായലൊന്നും പിടിക്കാതെ കിടക്കുന്ന കണ്ടല്ലോ. നല്ല രീതിയിൽ തന്നെ ഇവിടെ നമുക്ക് മുകളിലേക്ക് കയറി നമ്മുടെ വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്ന ഏരിയയൊക്കെ കാണാം. നല്ല രീതിയിൽ തന്നെ അവിടെയും ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിൽ തലയിടിക്കുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് അതുപോലെ അത്ര ഒരു കുറച്ച് ഭാഗം ഇവിടെയാണ് വാട്ടർ ടാങ്കൊക്കെ ഇരിക്കുന്നത്. അതിന് വേറെ സ്റ്റെയർ കേസ് കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു യാതൊരു രീതിയിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അവിടെ റൂഫിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റേറ്റ് അതിൻ്റെ ക്യാപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് മുടക്കിയേക്കുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ആ വീടിന് മുടക്കിയേക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. കാരണം യാതൊരു രീതിയിലും അത് കൂടുതലൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ആ വീട് കണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ടൊക്കെ ഇടാം. വിലയും വിവരങ്ങളൊക്കെ എൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനിയും കൂടുതലൊന്നും മണ്ണുകാരനെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. 4 മണിക്കാറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും ഈ പ്രോപ്പർട്ടി. വെള്ളം കയറുന്ന യാതൊരു പ്രശ്നവും ഇല്ല, വെള്ളത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ല. ഇത് നമ്മളിപ്പോൾ 4 മണിക്കാറ്റിൽ കൂടിയാണ് നല്ല കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഒരു ബൈക്കിൽ ഇങ്ങനെ ഞാനും പോവുകയാണ്. ഓക്കെ, അപ്പം മൺറാട് പള്ളിയുടെ അടുത്തുള്ള പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിലും പറയാം, 4 മണിക്കാറ്റിൻ്റെ അടുത്തുള്ള പ്രോപ്പർട്ടി എന്ന് പറയാം. ഹൈവേക്കടുത്ത് അല്ലെങ്കിൽ കേക്ക റോഡിനടുത്ത്, ബൈപ്പാസ് റോഡിൻ്റെ അടുത്ത് എന്ന് വേണ്ട നമുക്ക് എല്ലാ ആക്സസും ഏറ്റുമാനൂർക്ക് പോകാനും കോട്ടയം ടൗണിലേക്ക് പോകാനും, ഇനി വേണ്ട നിങ്ങൾക്ക് കേക്ക റോഡ് വഴി നേരെ കുമളിക്ക് പോകാനും അല്ലെങ്കിൽ ഹൈ റേഞ്ചിൽ കുടിപ്പിക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ തന്നെയാണ്. അതുപോലെ എയർപോർട്ടിലേക്ക് പോകാനൊക്കെ വളരെ ഏറ്റവും സ്പീഡ് കുറഞ്ഞ ആക്സസാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി അടുത്തൊരു വീഡിയോയുമായി കാണും വരെയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.